ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈശോയിലേറെ സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് ക്രിസ്തുമസ് ആണല്ലോ. പിതാവായ ദൈവം മനുഷ്യകുലത്തെക്കുറിച്ച് കണ്ട രക്ഷാകര സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് മനുഷ്യാവതാരം എന്ന് പറയുന്നത്. ഈശോയുടെ ജനനത്തെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള വചനം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 14-ാം തിരുവചനമാണ്. അത് ഏറ്റവും ചെറിയ വചനമാണ്, എന്നാൽ ഏറ്റവും ഗഹനമേറിയ വചനമാണ്. നമുക്കറിയാം, കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ ഓരോ വാക്കുകൾക്കും ആഴമായ അർത്ഥമുണ്ട്. വചനപ്രകാരമാണ്: വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. പിതാവായ ദൈവം പ്രവാചകന്മാരിലൂടെ അരുൾ ചെയ്ത വചനമാണ് പുത്രനായ ദൈവമെന്ന് നമുക്കറിയാം. പ്രിയരെ, വചനത്തെ മാംസം ധരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരിക്കൽ ഫ്രാൻസിസ് അസീസി ഒരു കുഷ്ഠരോഗിയെ അലിവോടെ എടുത്ത് അവനെ ശുശ്രൂഷിച്ച് കുളിപ്പിച്ച് പുതിയ വസ്ത്രമൊക്കെ കൊടുത്തതിന് ശേഷം അവൻ്റെ ശിരസിൽ ചുംബിച്ചു. ആ കുഷ്ഠരോഗി ഈ ഫ്രാൻസിസ് അസീസിയുടെ കൈകൾ പിടിച്ചിട്ട് ഇങ്ങനെ ചുംബിച്ചുകൊണ്ട് പറയുകയാണ്: യു ആർ സ്മെല്ലിങ് ക്രൈസ്റ്റ്. നിനക്ക് ക്രിസ്തുവിൻ്റെ മണമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അനുഭവമാണ് മനുഷ്യനായിട്ട് ഭൂമിയിൽ ജീവിക്കുക, അല്ലെങ്കിൽ മനുഷ്യാവതാരം, വചനത്തിന് മാംസം ധരിക്കുക എന്ന് പറയുന്നത്. ഈ ഒരു സന്ദേശമാണ്, അല്ലെങ്കിൽ ഈ ഒരു വെല്ലുവിളിയാണ് ക്രിസ്തുമസ് നമുക്ക് നൽകുന്നത്. ദയാബായി നമുക്കറിയാം. ദയാബായി വളരെ ഉന്നത കുടുംബത്തിൽ ജനിച്ച ഒരു പാലാക്കാരിയായ മലയാളിയാണ്. പക്ഷേ ഏറ്റവും പാവപ്പെട്ടവരുടെ ഇടയിൽ പോയി താൻ സ്നേഹിച്ചിരുന്ന ക്രിസ്തുവിൻ്റെ വചനത്തിന് മാംസം ധരിക്കാൻ സാധിച്ചപ്പോൾ അവർക്ക് പ്രിയപ്പെട്ടവളായി മാറി എന്നുള്ളതാണ്. മദർ തെരേസ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ വചനത്തിന് കൊൽക്കത്തയിലൂടെ തെരുവീഥികളിലൂടെ സാക്ഷ്യം നൽകി ഇന്ത്യയിൽ മുഴുവൻ സമാധാനത്തിൻ്റെ വലിയ സന്ദേശം, ക്രിസ്തുവിൻ്റെ സ്നേഹം വചനമായി അവതരിപ്പിച്ചവളാണ്. ഇവിടെ ഒരു ക്രിസ്തുമസിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന മനോഹരമായിട്ടുള്ള ഒരു കഥയാണ്. അത് 3 വൃക്ഷങ്ങളുടെ കഥയാണ്. 3 വൃക്ഷങ്ങൾ കൂടി ഒരു ദിവസം ഇരുന്നിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും തങ്ങളുടെ ആഗ്രഹം പറയണം. 1-ാമത്തെ വൃക്ഷം പറഞ്ഞു: എനിക്ക് മനോഹരമായിട്ടുള്ള ഒരു തൊട്ടിലായി മാറിയ മതി. കാരണം അപ്പം എനിക്ക് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കാം, പുഞ്ചിരി കേൾക്കാം, പിന്നെ അമ്മമാരുടെ മനോഹരമായിട്ടുള്ള താരാട്ടുപാട്ട് കേൾക്കാം. 2-ാമത്തെ മരം പറഞ്ഞു: എനിക്ക് ഒരു വലിയ വാണിജ്യ കപ്പലായി മാറിയ, കാരണം വലിയ മുത്തുകളും പവിഴങ്ങളും രത്നങ്ങളൊക്കെ കൊണ്ടുപോകുന്ന വലിയ വാണിജ്യ കപ്പലായിട്ട് എനിക്ക് മാറണം, എന്നെ അങ്ങനെ രൂപപ്പെടുത്തിയാൽ മതി. 3-ാമത്തെ വൃക്ഷം പറഞ്ഞു: എനിക്ക് അങ്ങനെ ഇന്നതാകണമെന്നൊന്നുമില്ല, പക്ഷേ മനുഷ്യര് പ്രതീക്ഷ നൽകുന്ന എന്തെങ്കിലും ഒന്നായി എന്നെ രൂപപ്പെടുത്തിയാൽ എനിക്കത് സന്തോഷമാണെന്ന്. അങ്ങനെ ഇവർ 3 ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കുന്നതിനിടയിൽ ഇതാ മരം വെട്ടുകാരൻ വരുന്നു. മരം വെട്ടുകാരൻ ഇവരെ 3 വൃക്ഷങ്ങളും മുറിച്ച് താഴെ ഇടുന്നു. അങ്ങനെ 1-ാമത്തെ വൃക്ഷം കൊണ്ട് ആ മരം വെട്ടുകാരൻ അത് ഉണ്ടാക്കി രൂപപ്പെടുത്തിയത് ഒരു തൊഴുത്താണ് രൂപപ്പെടുത്തിയത്. 2-ാമത്തെ വൃക്ഷം കൊണ്ട് ഉണ്ടാക്കിയത് ഒരു വഞ്ചിയാണ്. 3-ാമത്തെ വൃക്ഷം കൊണ്ടുണ്ടാക്കിയത് ഒരു കഴുമരമാണ്. 1-ാമത്തെ വൃക്ഷത്തിൻ്റെ ഒരു സന്തോഷം എന്തെന്നറിയാവോ? ആ വൃക്ഷം ഇങ്ങനെ ചിന്തിച്ചു: എനിക്ക് ഒരമ്മയുടെ താരാട്ടുപാട്ട് കേൾക്കാമല്ലോ. പക്ഷേ സ്വർഗത്തെ പോലും സന്തോഷിപ്പിക്കുന്ന മാലാഖമാരുടെ താരാട്ടുപാട്ടുകൾ കേട്ട് ആ മരം നിർവൃതി അടയുകയാണ്. 2-ാമത്തെ വൃക്ഷം ഒരു വഞ്ചിയായിട്ടാണ് രൂപപ്പെട്ടത്. അങ്ങനെ ഈ മത്സ്യബന്ധനത്ത് ഉപയോഗിച്ചിരുന്ന ഈ വഞ്ചി, മീൻ വഞ്ചി, ഒരിക്കൽ 2-3 ചെറുപ്പക്കാർ കൂടി വല കഴുകിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇതാ ഒരു ചെറുപ്പക്കാരൻ വന്ന് പറയുകയാണ്: ആ വഞ്ചി ഒന്ന് കരയിൽ നിന്ന് കടലിലേക്ക് നീക്കി, എനിക്കതിലിരുന്ന് വചനം പറയണം. ഈ ലോകത്തിലുള്ള എല്ലാ രത്നങ്ങളെക്കാളും മുത്തുകളെക്കാളും വിലയേറിയ മനോഹരമായ ദൈവത്തിൻ്റെ വചനം, രക്ഷാകര വചനം, ആ ചെറുപ്പക്കാരൻ ആ വഞ്ചിയിലിരുന്ന് പറയുന്നത് ഈ വൃക്ഷം കേൾക്കുകയാണ്. 3-ാമത്തേത് കഴുമരമാണ്. 33 വയസ്സ് പോലും തികയാത്ത ഒരു ചെറുപ്പക്കാരൻ എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് ഒരു കഴുമരത്തിൽ കയറുമ്പോൾ ആ കഴുമരം ലോകത്തിന് മുഴുവൻ വലിയ പ്രതീക്ഷയായി ഇന്നും ജീവിക്കുന്നു, അല്ലെങ്കിൽ അവശേഷിക്കുന്നു, വണങ്ങുന്നു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ
അതുപോലെ അല്ലായിരിക്കും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് സത്യം. ദൈവം നമ്മുടെ ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിച്ചാൽ ഈ ലോകത്ത് ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ വചനത്തിന് മാംസം ധരിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അതാണ് ഈശോ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കും. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എന്താണ് വിളമ്പിത്തരുന്നത് അത് ഭക്ഷിക്കാനായിട്ടുള്ള, അത് സ്വീകരിക്കാനായിട്ടുള്ള, ഈ കാലഘട്ടത്തിൽ സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്ന ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് എനർജി, ഏറ്റവും നല്ല മെഡിസിൻ എന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ് എന്നാണ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായിരിക്കുന്ന എല്ലാത്തിനെയും നമ്മൾ സ്വീകരിക്കുകയും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതിന് അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് മാറ്റപ്പെടേണ്ടതിനെല്ലാം മാറ്റാനായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 28-ാം തിരുവചനം പ്രകാരം പറയുന്നുണ്ട്, തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കും എന്നാണ് പറയുന്നത്. മനോഹരമായിട്ടുള്ള ഒരു പുസ്തകം, എവറിത്തിങ് ഈസ് ഫോർ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് മനോഹരമായിട്ടൊരു സ്പിരിച്വൽ ജേണിയാണ്. ആ പുസ്തകത്തിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ദ ഇവോൾവിംഗ് സ്റ്റാറ്റസ് ഈസ് ഗുഡ്നെസ്. എന്തെല്ലാം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ, ഇപ്പോൾ നമ്മുടേതായിട്ടുള്ള എന്തെല്ലാമാണോ അതെല്ലാം നന്മയാണ്. ആ നന്മയെ സ്വീകരിക്കാൻ നമുക്ക് സാധിച്ചാൽ ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വെച്ചിരുന്ന എല്ലാ ബിറ്റർനെസ്, എല്ലാ കയ്പ് നിറഞ്ഞ അനുഭവങ്ങളിലും ഒരു ഡിവിനിറ്റി, ഒരു ഡിവൈൻ സ്പിരിറ്റ് സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ സ്വന്തമാക്കുമ്പോഴാണ് അത് വചനത്തെ മാംസം ധരിക്കുന്ന പ്രക്രിയ. അപ്പോൾ നമ്മളും ഒരു ജീവിക്കുന്ന ക്രിസ്തുമസായിട്ട് തീരും എന്നുള്ളതാണ്. പൗലോസ്ലീഹ കൊരിന്തോസിലെ ലേഖനത്തിൻ്റെ 2-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 15-ാം തിരുവചനം, ഒരു ജീവിതത്തിൻ്റെ സായന്തനത്തിൽ, ഒരു ആത്മസാക്ഷാത്കാരത്തിൻ്റെ നിർവൃതിയിൽ പൗലോസ്ലീഹ പറയാണ്, ഞങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ ക്രിസ്തുവിൻ്റെ പരിമളമാണ്. ജീവിക്കുന്നവരുടെ ഇടയിലും മരിച്ചവരുടെ ഇടയിലും ഒക്കെ ഞങ്ങൾ ദൈവത്തിൻ്റെ പരിമളമാണ്, ക്രിസ്തുവിൻ്റെ പരിമളമാണ്. എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്? ആ ലോക ജീവിതം ഏറ്റവും സംതൃപ്തിയോടെ ജീവിച്ചത് ക്രിസ്തുവിൻ്റെ വചനത്തിന് മാംസം ധരിക്കാൻ പൗലോസ്ലീഹയ്ക്ക് സാധിച്ചെന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ദൈവത്തിൻ്റെ പരിമളമാണ് ഞാൻ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പരിമളമാണെന്ന് പറയാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും നമ്മൾ കടന്നു പോകുമ്പോഴും അതിൻ്റെ ഒക്കെ പുറകിൽ ഒരു ദൈവിക പദ്ധതി ഉണ്ടെന്ന് ചിന്തിക്കുക. ദൈവം എനിക്കായിട്ട് വചനത്തെ മാംസം ധരിക്കാൻ നൽകുന്ന അവസരമാണതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഉൾക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മളും മറ്റൊരു ക്രിസ്തുമസായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുമസിൻ്റെ സന്തോഷവും സമാധാനവും ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.